തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. മനുഷ്യനിലുള്ള ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രതിഭാസമാണ് എന്തൊക്കെ അവൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നുവോ അതൊക്കെ പുറത്തേക്ക് പോകണം എന്നുള്ളത്. ഉദാഹരണത്തിന് അവൻ വെള്ളം കുടിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകണം. ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം അല്പം കഴിയുമ്പോൾ അവരിൽ നിന്ന് വിസർജിക്കപ്പെടണം. ശ്വാസം വലിക്കുന്നു, ആ ശ്വാസം അവരിൽ നിന്ന് പുറത്തേക്ക് പോകണം. അങ്ങനെ പോകുന്ന ഒരവസ്ഥ അവനിലുണ്ടാകണം. ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മുടെ പുറത്തേക്ക് പോകുന്നില്ലെങ്കിലോ, നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം നമ്മിൽ നിന്ന് പുറത്തേക്ക് വിസർജിക്കപ്പെടുന്നില്ലെങ്കിലോ, നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം അത് ഉള്ളിൽ തന്നെ നിൽക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും അത് നമ്മുടെ മരണത്തിന് കാരണമായിട്ട് മാറും. ഈ ഭക്ഷിക്കുന്ന ഭക്ഷണം നമ്മുടെ ഉള്ളിൽ അത് സ്വീകരിക്കപ്പെടുകയും അത് വേണ്ടുന്ന വിധം ദഹിക്കുകയും അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുമ്പോൾ, അത് അതിനനുസരിച്ച് പുറത്തേക്ക് പോകുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് ആരോഗ്യം നൽകുന്നു, അത് നമുക്ക് ജീവൻ നൽകുന്നു, അത് നമുക്ക് ശക്തി നൽകുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കാത്ത പലതും കടന്നു വരും. വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അസ്വസ്ഥതകൾ, ഭയം, ഇതൊക്കെ കടന്നു വരും. അത് സ്വാഭാവികമാണ്. എന്നാൽ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലേക്ക് അത് സ്വീകരിച്ച് വേണ്ടുന്ന പോലെ അതിനെ നാം സ്വാംശീകരിച്ച് അത് പുറത്തേക്ക് കളയണം. കളഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് രോഗമായിട്ട് മാറും, തകർച്ചയായിട്ട് മാറും, ചിലപ്പോൾ മരണകാരണമായിട്ട് മാറുകയും ചെയ്യും. അതിന് എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ കടന്നു വരുന്ന കാര്യങ്ങൾ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് വെറുപ്പായിട്ട്, വിദ്വേഷമായിട്ട്, വൈരാഗ്യമായിട്ട്, പ്രതികാര ചിന്തയായിട്ട്, പിന്നെ അതിൽ നിന്ന് വരുന്ന പല പല രോഗങ്ങളായിട്ട് നമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം ആഗ്രഹിക്കുന്ന വലിയ കാര്യമാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അത് വന്നാലും അത് നമ്മൾ ആരും താങ്ങിക്കൊണ്ട് നടക്കരുത്, അത് നമ്മൾ വിട്ടുപേക്ഷിക്കണം. നമ്മുടെ ജീവിതത്തേക്ക് നോക്കിക്കേ, നമ്മൾ താങ്ങിക്കൊണ്ട് നടക്കുന്ന ക്ഷമിക്കാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ, വർഷങ്ങളായിട്ട് ക്ഷമിക്കാൻ പറ്റാതെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പ്, അതിൽ നിന്ന് വന്ന ഭിന്നത, അകൽച്ച, വൈരാഗ്യം, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമ്മൾ എടുത്തു കളയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് സ്വീകരിക്കാവുന്ന പോലെ സ്വീകരിച്ച് അത് നമ്മിൽ നിന്ന് ഇറക്കിക്കളയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മളെ ഒത്തിരി പഠിപ്പിക്കും. ഇങ്ങനെ പറയാറില്ലേ, ജീവിതം എന്ന് പറയുന്നത് അനുഭവങ്ങളെ പാഠങ്ങളാക്കി, പാഠങ്ങളെ ജീവിതമാക്കി കരുത്തുള്ള മക്കളായി ജീവിക്കലാണ് ജീവിതം. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ എന്തെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ സ്വീകരിക്കുക, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. അതൊരിക്കലും തങ്ങിക്കൊണ്ട് നടക്കരുത്, അത് വിട്ടുപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ അഭിഷേകത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, സന്തോഷത്തിന് എല്ലാം അടിസ്ഥാനമായിട്ട് മാറും. നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട്. ഈശോയെ, അതിനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണം, ആ കരുത്ത് ഞങ്ങൾക്ക് നൽകണം. വിട്ടുപേക്ഷിക്കാനുള്ള കരുത്ത്, വിട്ടു കളയാനുള്ള അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. വരുന്നതൊക്കെ നന്മയ്ക്കായി മാറ്റുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റും. ആ ഒരു വലിയ അഭിഷേകം നമ്മിലും നമ്മുടെ ജീവിതത്തിലും നിറയപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. ദൈവം അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ.